നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, ഈ കിണറ്റിലാണ് കുട്ടി വീണത്. ഇത് നമ്മൾ വിചാരിക്കും പോലെ സാധാരണ കിണറല്ല. താൻ എന്തായി പറയുന്നത്? അതെ സർ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതാ. കാര്യം കൃത്യമായിട്ട് എനിക്കറിയില്ല സർ. താൻ തൽക്കാലം ഇതൊന്നും അവരോട് പോയി പറയണ്ട. ശരി സർ. സർ, എന്റെ കുഞ്ഞ് മാളു ഈ കിണറ്റിലുണ്ട് സർ. മാളുവിനെ രക്ഷിക്കണം സർ. നിങ്ങൾ വിഷമിക്കാതെ നമുക്ക് വേണ്ടത് ചെയ്യാം. കുഞ്ഞിതിനുള്ളിൽ തന്നെ ഉണ്ട് സർ. മഹി വിഷമിക്കാതെ. ഞങ്ങൾക്കിപ്പോ തനിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഫയർഫോഴ്സ് ടീം കൂടി വരട്ടെ. നമുക്ക് അല്പനേരം കൂടി വെയിറ്റ് ചെയ്യാം. സർ, ഇനിയും വെയിറ്റ് ചെയ്യാനോ? അപ്പോഴേക്ക് എന്റെ കുഞ്ഞ്. നിങ്ങൾ ടെൻഷൻ ആവാതെ. ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ എത്തും. ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. കരയാതടി എന്റെ പൊന്നുമോളെ. ഈ വിവരം അറിയുമ്പോ മുതല് ആലുമറയിട്ട് കരയാ എന്റെ മോള്. എനിക്ക് എന്റെ മാളിനെ രക്ഷിക്കണം അമ്മ. ശ്രേയ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? മാറിയിക്ക, അങ്ങോട്ട് മാറിയിക്ക. എല്ലാരും ഒന്ന് സമാധാനിക്ക്. ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവര് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തേ പറ്റൂ. മോനെ മഹി, നീ വിഷമിക്കരുത്. നമ്മുടെ മാളുവിന് ഒരബദ്ധം വരില്ല. ഓ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവള് നിന്ന് കരയുന്ന കണ്ടില്ലേ? നിന്റെ ശ്രദ്ധക്കുറവ് വന്നുകൊണ്ട് മാത്രം മാളു ഇനി അവസ്ഥ വന്നേ. അവൾക്ക് എന്താ അമ്മേ നഷ്ടം? നഷ്ടം മുഴുവൻ നമുക്കല്ലേ? നമുക്ക് നമ്മുടെ മാളുവിന് നഷ്ടമായില്ലേ? കരയാതെ കരയാതെ. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ബഹളം വെക്കാതെ. അതെ സർ, പ്ലീസ് വേഗം വേഗം എന്തെങ്കിലും ചെയ്യണം. എന്റെ കുഞ്ഞ്. ടെൻഷൻ ആവാതെ മഹി. കുഞ്ഞിനെ എന്തായാലും നമുക്ക് ഉടനെ പുറത്തെത്തിക്കാം. എന്റെ ശ്രീ മഹേശ്വരൻ, മാളുവിനെ രക്ഷിക്കണേ. മാളു, മാളു, മോളെ. മാളു, സർ, എങ്ങനെയെങ്കിലും എന്റെ മോളെ ഒന്ന് രക്ഷിക്കണം സർ. ഞങ്ങൾ സ്ഥലവും കുട്ടിയുടെ പൊസിഷനും ഒന്ന് നോക്കട്ടെ. എല്ലാവരും നിൽക്കുന്നതിന്റെ പ്രഷർ കൊണ്ട് മണ്ണിടിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് കിണറിന് അടുത്ത് നിൽക്കുന്നവരെല്ലാം ഒന്ന് പിന്നിലോട്ട് മാറി നിൽക്കും. മാറുന്നോ അങ്ങോട്ടേക്ക്.
ഫയർഫോഴ്സ് അല്ല ആര് വന്നാലും ഈ കിണറ്റിൽ ഇറങ്ങാൻ പറ്റൂല. അതെന്താ? ഇത് പാതാള ഭൈരവന്റെ പ്രേതക്കിണറാണ്. ഇതിന്റെ ഉള്ളിൽ വീഴുന്നതെല്ലാം ഭൈരവനും അവന്റെ കിങ്കരന്മാർക്കുമുള്ള ബലി. ബലിയോ? അതെ, രാജാക്കന്മാരുടെ കാലത്ത് നരബലി നടത്തിയിരുന്ന സ്ഥലമാ. മുകളിൽ വച്ച് പൂജ നടത്തി രക്തം വീഴിച്ചിട്ട് കിണറ്റിലേക്കിടും. ഈ പാതാള കിണറ്റിൽ ഇന്ന് വരെ ആരും ഇറങ്ങിയിട്ടില്ല. താഴെ ശ്വാസം കിട്ടില്ലെന്നാ പറയുന്നത്. കുഞ്ഞ് താഴേക്ക് വീണിട്ടില്ല. പാതിയോളം താഴ്ചയിൽ വേരിലോ മറ്റോ തങ്ങി നിൽക്കുകയാണ്. ഒരാൾ ഇറങ്ങിയെടുക്കുക എന്ന ഒരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സാർ, ഇതൊരു പ്രേത കിണറാണ് സാറേ. ഇതിനകത്ത് ആരിറങ്ങുന്നൊരു പ്രശ്നമുണ്ട്. എടി, ഇത് പ്രേതക്കിണറാണെന്ന് ഇതിനകത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞ് നീ ബഹളം വെച്ചപ്പോ ആരെങ്കിലും ഇറങ്ങാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? മഹേട്ട് അവരെന്തിനാ സംസാരിച്ചു നിൽക്കുന്ന? അവരെന്താ മാളുവിനെ എടുക്കാത്ത? ഈ കിണറ്റിനുള്ളിലുള്ളതേ ഒരു കുഞ്ഞാണ്. അതിപ്പോഴും ജീവനോട് തന്നെ ഉണ്ട്. അതിനെ ഭൂതവും പ്രേതവും ഒന്നും പിടിച്ചൊന്നുമില്ലല്ലോ. പിന്നെ ഒരാൾക്ക് ഇറങ്ങുന്നതിന് എന്താ പ്രശ്നം? അത് എനിക്ക് പേടിയാണ് സാറേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഇവിടെ ഇപ്പോ സാറിന് മാത്രമേ അതിനുള്ള ധൈര്യമുള്ളെന്ന് തോന്നുന്നു. അത് ശരി, ഓഫീസറായ ഞാൻ ഇറങ്ങണോ അല്ലേ? തനിക്കൊക്കെ പിന്നെ എന്തിനാണ് സർക്കാർ ശമ്പളം തരുന്നത്? സാർ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സംഭവം വഷളാവും. ഇപ്പൊ തന്നെ നാട്ടുകാർ പല രീതിയിൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ എല്ലാവർക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സ്വന്തമായിട്ട് ചാനലുള്ള കാലമാണ്. എന്നാ പിന്നെ അവന്മാരോട് വല്ലതും വന്നിറങ്ങാൻ പറ. അല്ല പിന്നെ ഇതിനൊക്കെ എന്താ പറയുന്നത്? എന്താ സാർ, എന്താ പ്രശ്നം? എന്താ ആരും ഇറങ്ങാത്തത്? പെട്ടെന്ന് ചാടി ഇറങ്ങാൻ പറ്റില്ല. അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അപകടമാണ്. ഞങ്ങൾക്ക് കുറച്ച് സമയം തരൂ. സാർ, എന്റെ മകളാണ് ഈ കിണറ്റി വീണ് കിടക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ട് ഇറങ്ങുന്നവരെയൊന്നും കാത്തു നിൽക്കാൻ പറ്റില്ല. ഞാൻ താഴേക്ക് ഇറങ്ങിക്കോളാം. എങ്കിൽ പിന്നെ ഞങ്ങളെ വിളിച്ചു വരുത്തി എന്തിനാ? നിങ്ങൾക്കങ്ങ് ഇറങ്ങിയാൽ മതിയായിരുന്നല്ലോ. നിങ്ങളുടെ കുട്ടിയെ ഞങ്ങൾ രക്ഷിച്ചോളാം. അത് ഞങ്ങളുടെ ജോലിയാണ്. ഒന്ന് മാറി നിൽക്കുക. താഴേക്ക് ഇറങ്ങാൻ വേണ്ടല്ല സെറ്റ് ചെയ്യാം. ശരി സാർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.